എന്താണ് സത്യം? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ജീവിതകാലം മുഴുവൻ പുസ്തകങ്ങളിലും അറിവിലും തലപുഴുത്ത് ജീവിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ ആ സത്യം കണ്ടെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി. അതാണ് വിശുദ്ധ ജസ്റ്റിൻ. AD 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സമരിയായിലാണ് ജസ്റ്റിൻ ജനിക്കുന്നത്. സമ്പന്നമായ കുടുംബം, മികച്ച വിദ്യാഭ്യാസം, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനായി അദ്ദേഹം അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ തത്വചിന്താ സ്ഥാപനങ്ങളിൽ ഒക്കെ കയറിയിറങ്ങി. ആദ്യം സ്റ്റോയിക്സ്, പിന്നെ പൈതഗോറിയൻസ്, അങ്ങനെ പല ചിന്താധാരകളും പയറ്റു നോക്കി. പക്ഷേ എവിടെയും അദ്ദേഹത്തിന് ആത്മീയമായ ഒരു തൃപ്തി കിട്ടിയില്ല. എല്ലാത്തിലും എന്തൊക്കെയോ കുറവുകൾ. ഒടുവിൽ പ്ലേറ്റോയുടെ തത്വചിന്തയിൽ മുഴുകി ഏകനായി ധ്യാനിച്ചിരിക്കാൻ അദ്ദേഹം ഒരു കടൽ തീരം തിരഞ്ഞെടുത്തു. അവിടെ വെച്ച് ജസ്റ്റിൻ തികച്ചും അവിചാരിതമായ ഒരു വൃദ്ധനെ കണ്ടുമുട്ടുന്നു. വല്ലാത്തൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. ആ വൃദ്ധൻ ജസ്റ്റിനോട് ചോദിച്ചു, നീ ഈ തിരയുന്ന ജ്ഞാനം മനുഷ്യൻ്റെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അദ്ദേഹം ജസ്റ്റിന് പഴയ നിയമ പ്രവാചകന്മാരെക്കുറിച്ചും മനുഷ്യബുദ്ധിക്കും അപ്പുറമുള്ള ദൈവത്തിൻ്റെ ലോഗോസിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. സംസാരിച്ചു കഴിഞ്ഞ് ആ വൃദ്ധൻ അവിടെ നിന്ന് മറഞ്ഞു. പക്ഷേ ജസ്റ്റിൻ്റെ മനസ്സിൽ അതൊരു വലിയൊരു തീപ്പൊരിയായി മാറി. ക്രിസ്ത്യാനികൾ മരണത്തെപ്പോലും ഭയക്കാതെ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് ജസ്റ്റിൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വയോധികൻ്റെ വാക്കുകൾ കൂടിയായപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു, ഇതാണ് ഞാൻ തിരഞ്ഞ യഥാർത്ഥ തത്വചിന്ത. അങ്ങനെ ജസ്റ്റിൻ ക്രിസ്തു മതം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം തൻ്റെ തത്വചിന്തകൻ്റെ വസ്ത്രം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം റോമിൽ ഒരു സ്കൂൾ തുടങ്ങി. ബുദ്ധിജീവികളോടും റോമൻ അധികാരികളോടും സംവാദങ്ങളിൽ ഏർപ്പെട്ടു. ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികളല്ലെന്നും അവർ ആചരിക്കുന്നതാണ് ഏറ്റവും വലിയ സത്യമെന്നും കാണിച്ച് അദ്ദേഹം റോമൻ ചക്രവർത്തിക്ക് നേരിട്ട് കത്തുകൾ എഴുതി. ഇതിനെയാണ് ചരിത്രത്തിൽ അപ്പോളജീസ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റിൻ്റെ അറിവിനോടും വാദങ്ങളോടും തോറ്റുപോയ ചില ശത്രുക്കൾ അദ്ദേഹത്തെ ചക്രവർത്തിയുടെ മുന്നിൽ ഒറ്റിക്കൊടുത്തു. റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ പ്രീഫെക്റ്റ് ജസ്റ്റിനെ നിർബന്ധിച്ചു. അധികാരി ചോദിച്ചു, നീ ബലിയർപ്പിച്ചില്ലെങ്കിൽ നിന്നെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലും. അതിനുശേഷവും നീ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ജസ്റ്റിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ AD 165 ആ ചോദ്യത്തിന് മുന്നിൽ തലകുനിക്കാതെ ജസ്റ്റിൻ രക്തസാക്ഷിത്വം വരിച്ചു. അതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തെ വെറുമൊരു ജസ്റ്റിൻ എന്നല്ല, ജസ്റ്റിൻ ദ മാർട്ടർ എന്നാണ് വിളിക്കുന്നത്. ബുദ്ധിയും വിശ്വാസവും തമ്മിൽ തല്ലേണ്ടതല്ല, മറിച്ച് രണ്ടും ഒരേ സത്യത്തിലേക്കുള്ള രണ്ട് വഴികളാണെന്ന് തെളിയിച്ച മനുഷ്യൻ. വായിച്ചു കൂട്ടുന്ന അറിവുകളല്ല, നമ്മൾ മുറുകെ പിടിക്കുന്ന ആദർശങ്ങളാണ് നമ്മളെ മാറ്റുന്നതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ജീവിതം എങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ? നമ്മൾ വലിയ കാര്യങ്ങൾ തേടി ഒരുപാട് അലയുമായിരിക്കാം. പക്ഷേ യഥാർത്ഥ സത്യം ചിലപ്പോൾ വളരെ ലളിതമായി നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കും. അതിന് തിരിച്ചറിയാൻ ഒരു തുറന്ന മനസ്സ് ഉണ്ടായാൽ മാത്രം മതി. വിശുദ്ധ ജസ്റ്റിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മറ്റൊരു വിശുദ്ധൻ്റെ കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.